എല്ലാവർക്കും കടുങ്കാപ്പിയിലേക്ക് സ്വാഗതം. സുനിതേ, ഇന്ന് നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കാൻ പ്ലാൻ ഇടുന്നത്? ചേച്ചിക്ക് ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ. അതെ. അപ്പൊ അതില് ചേച്ചി ഉണ്ടാക്കുന്ന മൂലി പൊറോട്ട എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്നാ ഇന്ന് നമുക്ക് മൂലി പൊറോട്ട ഉണ്ടാക്കാം. ശരി, അപ്പൊ ഇന്ന് മൂലി പൊറോട്ട ആയിക്കോട്ടെ. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് മൂലി പൊറോട്ട ഉണ്ടാക്കാം. പലർക്കും ഇഷ്ടമല്ലാത്ത ഒരു വെജിറ്റബിൾ ആണ് ഈ മൂലി അല്ലെങ്കിൽ മുള്ളങ്കി. ദഹനത്തിനും രക്തശുദ്ധിക്കും ലിവറിനും ഒക്കെ നല്ലതായിട്ടുള്ള ഒരു പച്ചക്കറിയാണിത്. ഇന്നുണ്ടാക്കുന്ന മൂലി പൊറോട്ട മൂലി ഇഷ്ടമല്ലാത്തവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് ഈ മൂലി നന്നായി തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് എടുക്കാമേ. നമുക്കൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് ആട്ട ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പ് മുള്ളങ്കി ചേർത്ത് കൊടുക്കാം. അതിനാവശ്യമായ ഉപ്പ് ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/4 കപ്പ് മല്ലിയില, ഒരു 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ചെറിയ 2 കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞ് എടുത്തത് അതും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അയമോദകവും ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയുമാണ്. ഇനിയും ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം ചേർക്കേണ്ടതായിട്ട് വരില്ല. മൂലിയിൽ നല്ലതുപോലെ വെള്ളം കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് വെള്ളം ചേർക്കേണ്ട. വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് അല്പം ആട്ട മാറ്റി വെച്ചേക്കാം. അതിനുശേഷം ഓരോ ഉരുളയും എടുത്ത ഈ ആട്ടയിൽ മുക്കി സോഫ്റ്റായി ഉരുട്ടി പരത്തിയെടുക്കാം. അമർത്തി പരത്തി നിൽക്കരുത്, കാരണം അത് ആ കല്ലിൽ ഒട്ടിപ്പിടിക്കും. അത് കാരണം ചെറുതെ പരത്തിയെടുക്കാം. അതിനുശേഷം ചൂടായ പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്തതിന് ശേഷം മറിച്ചിട്ട് നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ല എങ്കിൽ ഓയിലായാലും മതി. തിരിച്ച് മറിച്ച് വിട്ട് നെയ്യ് പുരട്ടി നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ സ്പൂൺ ഉപയോഗിച്ചാണ് നെയ്യ് പുരട്ടുന്നത്. ബ്രഷ് വെച്ച് നെയ്യ് പുരട്ടാം. ഇത് അവരുടെ ഇഷ്ടമാണ്. എനിക്കത് ആണ് സൗകര്യം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുത്ത് മാറ്റി വയ്ക്കാം. മൂലി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ചിലർക്കൊക്കെ മൂലി ഇഷ്ടമല്ല, അവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു പൊറോട്ടയാണിത്. ഒന്ന് ട്രൈ ചെയ്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷ് ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കുമോ? നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ആ ബെല്ലൈക്കണൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.